ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം. ഊണ് കഴിക്കാനിരിക്കുമ്പോഴാണ് കേട്ടോ പറഞ്ഞത് നമുക്കൊന്ന് പോത്തുണ്ടി ഡാം പോയാലോ എന്ന്. അങ്ങനെ ഞാനും ഇക്കയും കുട്ടികളും കൂടെ ഇതാ റെഡി ആയിട്ട് പോത്തുണ്ടി ഡാമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അമ്മാൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. പിന്നെ പോണ വഴിക്ക് താത്താൻ്റെ മോളിനെയും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വേണം കേട്ടോ പോവാൻ. അങ്ങനെ ഇതാ ഞാൻ ചായയും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് അവനെയൊക്കെ കേട്ടിട്ട് ഞങ്ങളിതാ പോവുകയാണ്. പോണ വഴിക്ക് ഞങ്ങൾ കുറച്ച് എണ്ണക്കടികളും പേപ്പർ ഗ്ലാസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് ചായ കുടിക്കാൻ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് 1 മണിക്കൂറാകുമ്പോഴേക്കും പോത്തുണ്ടി ഡാമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തിരക്കുണ്ടോയെന്നാണ് കേട്ടോ നോക്കിയത്. കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. പിന്നെ ഇതാ ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം പോയി ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. വലിയവർക്ക് 20ഉം കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ ധൃതിയായിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ പോയിക്കോളി, ഞാൻ വന്നിട്ട് വരാമെന്ന്. അങ്ങനെ ഇതാ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് അവരെല്ലാവരും ഉള്ളിൽ കയറി. പിന്നെ ഞാൻ കാത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വന്നതിന് ശേഷം ഞാൻ ഇക്കയും കൂടെ ഉള്ളിൽ കയറുകയാണ്. കയറുന്ന മുമ്പിൽ തന്നെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലായിരുന്നു കേട്ടോ കാണാൻ. കുട്ടികൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ കറക്റ്റ് 4 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാത്തിലും കയറാനും കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത്. കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടംമാതിരിയാണ് കേട്ടോ ഇവിടെ. എനിക്കിതാ ഊഞ്ഞാലാടുന്നുണ്ട്. കുട്ടികൾക്ക് എന്തിലാണ് കയറേണ്ടതെന്ന് ഒരു പിടിയില്ല കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായുന്നുണ്ട്. എന്ത് ഭംഗിയാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ കാണാൻ. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഊഞ്ഞാലാടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചെറിയ കുട്ടികൾക്കുള്ള ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്താ അവർക്ക് അതിൽ കയറണം എന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോഴേക്കും ഇതാ ജീപ്പ് കണ്ടപ്പോൾ പിന്നെ അവർ അവിടെ നിന്ന് മാറിയിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവർ രണ്ടാളും അതിൽ കയറി ഇരിക്കുന്നുണ്ട്. 3 റൗണ്ട് അടിക്കാൻ 100 രൂപ കേട്ടോ, അതാണ് കേട്ടോ ഫീസ്. അങ്ങനെ ഇതാ വലിയവന് തന്നെ ഓട്ടിക്കണം കേട്ടോ വണ്ടി, ചെറിയ ആൾക്ക് പിന്നെ റിമോട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ അവർ 3 റൗണ്ടൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ സൈക്കിൾ റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നടക്കാണ് കേട്ടോ. കുറേ നടക്കാനും കാണാനും കുട്ടികൾക്ക് കളിക്കാനും ഇനിയുണ്ട് കേട്ടോ ഇവിടെ. കുട്ടികളൊക്കെ പിന്നെ ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടോ. പിന്നെ ഞാനൊക്കെയും കൂടി ഇതാ ഡാമിൻ്റെ മേലേക്ക് കയറുകയാണ്. കയറലൊരു പണി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മേലെ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് അവിടെ കാണാൻ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കൊക്കെ നല്ല തിരക്കായി. കുട്ടികളൊക്കെ ഇതാ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് താഴ്ന്ന് മെല്ലെ വരണേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ചായ കൊണ്ടുപോയതൊക്കെ കുടിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ. കടികൾ പിന്നെ അവരാർക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പരിപ്പ് വട, ഉഴുന്നുവട, ബോണ്ട, മുളക് ബജി, പഴംപൊരി, പിന്നെ സമൂസ, ഇത്ര ഐറ്റാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇതാ ചായ കുടിക്കുകയാണ് കേട്ടോ. നല്ല രസമാട്ടോ അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അവിടെ കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും 6 മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവർ വന്നിട്ട് താഴേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. ഇവിടേക്ക് എത്ര നേരം നിന്നാലും മതിയാവില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഡാമിൻ്റെ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇതാ അവർ പുറത്താക്കണവരെ കുറച്ച് നേരം കൂടി അവിടേക്കൊന്ന് കയറി കളിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഓരോ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കുമ്പോഴേക്കും ഇതാ അവർ വന്നിട്ട് പുറത്തേക്ക് പോകാൻ പറയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ വന്നതിന് ശേഷം ഇതാ 7-Upഉം കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ വേണമെന്ന് വേണ്ടിട്ട് ഇതാ ഒരു കടയിൽ നിർത്തിയിറക്കുകയാണ്. അങ്ങനെ 7-Upൊക്കെ മേടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അവിടെ ഹോം മെയ്ഡായിട്ട് എല്ലാ പൊടികളും ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് കണ്ടത്. എല്ലാ പൊടികളും ഉണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചോളപ്പൊടി, ഗോതമ്പ് പൊടി, അരിപ്പൊടി, അങ്ങനെ എല്ലാ പൊടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോളപ്പൊടി കണ്ടപ്പോൾ പിന്നെ എനിക്ക് മേടിക്കാൻ തോന്നിയിട്ട് ഞാനങ്ങനെ വണ്ടിയിൽ നിന്ന് അത്ര നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കണ്ടപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയിട്ട് ഇതാ ചോളപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇതാ ഐസും 7-Upഉം ലേസൊക്കെ അവർ മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ. 7-Up കുടിക്കാൻ പിന്നെ ക്ലാസ്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതാ അവിടെ തന്നെ ഒഴിച്ചു കുടിക്കുകയാണ്. പിന്നെ ഇതാ പഴയ കാലത്ത് കുറേ മുട്ടായികൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇതാ അവർ അതൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് അതെല്ലാം മേടിച്ച് അവിടെ നിന്ന് തിരിക്കുകയാണ്.
ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.